അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. MRT വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് യാത്രകളൊന്നുമില്ല, കാരണം കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ യാത്രകളൊക്കെ അങ്ങനെ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ ഈ അടുത്ത് ലോഞ്ച് ആയതുള്ളൂ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഭയങ്കര തകൃതിയായിട്ട് സെയിൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറേ കാലത്തെ ആഗ്രഹം എന്ന് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ച് ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സാധനം. അപ്പോൾ നമുക്കിത് എന്താണെന്ന് കണ്ടാലോ? നമുക്കിത് ഓപ്പൺ ചെയ്താലോ? അപ്പോൾ ഇതാ നമ്മുടെ OnePlusന്റെ ബോക്സ് നമ്മളിത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അൺബോക്സ് ചെയ്താലോ? നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിങ്ങനെ പിടിച്ചാൽ മതി, തന്നെത്താനെ വരും. അത് OnePlusന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് അപ്പോൾ അതെ OnePlusന്റെ വാച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. വാച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായാലും സൂപ്പറാണ്. ആ ഒരു സ്ട്രാപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ്. ഒരു സിൽക്കൺ ടച്ചിലാണ് അതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാച്ച് തൽക്കാലം ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ബോഡി മാത്രമാണ്. പിന്നെ ഉള്ളിൽ വരുന്നത് ഒരു ചേമ്പർ ഉണ്ട്. അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് വെച്ചാൽ അതിലെന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു റെഡ് കേബിൾ ക്ലബിൻ്റെ കാർഡാണ്. നമുക്കിവിടെ കാണാം. അത് സ്കാൻ ചെയ്താൽ എന്തോ ബോണസ് ബെനിഫിറ്റ്സ് എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. പിന്നീട് വരുന്നത് ഇതിൻ്റെ മാനുവലാണ്. മാനുവൽ നിങ്ങൾക്കിവിടെ കാണാം. മാനുവലാണ്. പിന്നെ വരുന്നത് വാറണ്ടി കാർഡാണ്. ഇവിടെ മാറ്റി വെക്കാം. പിന്നെ അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റം കൂടി ഉണ്ട്. അത് അതിൻ്റെ ചാർജറാണ്. അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ചാർജറാണ്. നമുക്ക് എടുത്ത് നോക്കാം. ഒട്ടും വെയിറ്റില്ല കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. ഒരു മാഗ്നറ്റിക് ചാർജറാണ്. നമുക്കത് എടുത്ത് നോക്കാം. USB ടൈപ്പാണ്. പിന്നെ ഇതിൽ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ബാങ്ക് പോലത്തെ ഇതിൻ്റെ സഹായം തേടേണ്ടി വരും. കാരണം അഡാപ്റ്റർ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇത്. അപ്പോൾ തൽക്കാലം നമുക്ക് ബോക്സ് മാറ്റാം. അപ്പോൾ വാച്ചിൽ വരുന്നത് OnePlus വാച്ചിൽ വരുന്നത് ചാർജർ മാത്രമാണ്. അതിൽ അഡാപ്റ്ററൊന്നുമില്ല. അപ്പോൾ നമ്മൾ അഡാപ്റ്റർ ഇല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ പവർ ബാങ്ക് ഉണ്ട്. അപ്പോൾ പവർ ബാങ്കിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ചിലേക്ക് നമുക്ക് കിടക്കാം. വാച്ചിൻ്റെ സ്റ്റിക്കർ നമുക്കൊന്ന് ഇടാം. അപ്പോൾ ഇതാണ് വാച്ച്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് വാച്ച് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സിമ്പിളൊക്കെ വരുന്നുണ്ട് OnePlusന്റെ ആ ഒരു റെഡ് ടച്ചോട് കൂടി. അപ്പോൾ വാച്ചിൻ്റെ ഇതിലേക്ക് വന്ന് ഇംഗ്ലീഷ് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് വരും. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് OnePlusന്റെ ഹെൽത്ത് ആപ്പ് ഉണ്ട്. ഹെൽത്ത് ആപ്പ് മുഖേന മാത്രമേ നമുക്ക് ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മളിത് OnePlusന്റെ വാച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മൊബൈലായിട്ട് നമ്മൾ
പെയർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ആപ്പിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ഹെൽത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫിറ്റ്നസ് ഓപ്ഷനിൽ ഒരുപാട് ഫിറ്റ്നസ് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റണ്ണിങ് ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും, മാപ്പും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ റണ്ണിങ് ഇതും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. റണ്ണിങ്, വാക്കിംഗ് അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ മാനേജറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാൻ കഴിയും, ആ OnePlusൻ്റെ വാച്ചിൻ്റെ സിമ്പലോടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഹോം പേജസ് ഉണ്ട് ഇഷ്ടംപോലെ. നമുക്കിപ്പോൾ ഇതിലിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, അതിൽ നമുക്കിതിൽ മാറ്റാം. ഈ മൊബൈലിൽ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമൈൻഡർ ഓപ്ഷൻ, പിന്നെ ഫോണായിട്ട് നമുക്ക് സിങ്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ സിങ്ക് ചെയ്ത് നമുക്ക് എന്ത് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നാലും അത് നമുക്ക് വാച്ചിട്ട് നമുക്ക് റിമൈൻഡ് ചെയ്യും, കാണാനും സാധിക്കും നമുക്ക്. ഇതൊക്കെയാണ് ഈ മൊബൈലിലൂടെ ചെയ്യുന്ന ഫീച്ചേഴ്സ്. ഇതിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് എല്ലാ സെറ്റിങ്സും നമുക്ക് മൊബൈലിൽ നമുക്ക് ആപ്പ് വഴി നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് വാച്ചിലേക്ക് കടക്കാം. നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്, പെയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ചാർജ് ചെയ്താലോ. ചാർജ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് OnePlusൻ്റെ തന്നെ പവർ ബാങ്ക് വഴിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ചാർജിങ് സാധനം നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ ഈ 2 കുത്ത് കണ്ടില്ല, ഇതിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ജസ്റ്റ് വെച്ചാൽ മതി. മാഗ്നറ്റിക്കാണ്, അപ്പോൾ മാഗ്നറ്റിക് ആകുമ്പോൾ അറ്റാച്ച് ആവും. അതെ, നിങ്ങൾക്കിവിടെ കാണാം, ചാർജ് ആകുന്നത് കാണാം, കണ്ടില്ലേ? ചാർജ് ആകുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ആപ്പ് വെച്ച് നമ്മൾ മൊബൈൽ പെയർ ചെയ്തു. മൊബൈൽ പെയർ ചെയ്താൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വാച്ചിൽ വരുന്നത് 2 ബട്ടണുകളാണ്. ഒരു ബട്ടണിൽ ആ ഒരു ട്രഡീഷണൽ OnePlus ഫോണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഇതാണ്, ഇത് പവർ ഓൺ ആൻഡ് പവർ ഓഫ് ബട്ടണാണ്. പിന്നീട് വരുന്ന ഹോം ബട്ടനാണ്. ഹോം ബട്ടണും പിന്നെ ടൈം അറിയാനും ഉള്ളൊരു ബട്ടണാണിത്. ടൈം അങ്ങനെ കുഴപ്പമില്ല, നമുക്കിത് റേസ് ടു വെയ്ക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് റേസ് ചെയ്താൽ നമുക്ക് ടൈം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മൊബൈലിൽ കാണുന്നത് പോലെയൊക്കെ തന്നെയുള്ള ഓപ്ഷനുകളാണ് ഇതിലും. മുകളിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്തതിന് ഒരു സ്റ്റാറ്റസ് ബാർ വരും. അതിൽ നിങ്ങൾ 6 ഓപ്ഷനുകൾ കാണാം. ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, അലാറം ഉണ്ട്, ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ബാക്ക് ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി, അതാണ് ബാക്ക്. പിന്നെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഇവിടെ വരുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് കാണാം, ഡിസ്പ്ലേ സെറ്റിങ്സ് കാണാം, ഫോൺ സൗണ്ട് വൈബ്രേഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, ഫങ്ഷൻ കീ, പാസ്വേഡ് ഉണ്ട്. ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്, നമുക്ക് പാസ്വേഡ് ചെയ്യാം. പാസ്വേഡ് ഇട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് പോയാൽ അത് ലോക്കാവും. നമ്മളത് തിരിച്ച് കയ്യിൽ കെട്ടുമ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അൺലോക്ക് ആകുകയും ചെയ്യും. കയ്യിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അത് ലോക്കാവില്ല. നമ്മൾ എവിടെയെങ്കിലും അയച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അത് നല്ലൊരു ഫീച്ചറാണ്. അതൊക്കെയാണ് ഇതിൽ സെറ്റിങ്സിൽ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഇപ്പോൾ നമുക്കൊരു കോള് തന്നെയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഹോം പേജാണ് വരുന്നത്. നമുക്ക് ആൻസർ ബട്ടണും നമുക്ക് കോൾ എൻഡ് ചെയ്യാനുള്ള ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് കോൾ എൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. വെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വെയർ എന്നൊരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഏത് കയ്യിലാണ് കെട്ടുന്നത് എന്നുള്ളത് നമുക്കിതിൽ ചൂസ് ചെയ്യാൻ സാധിക്കും. ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ള ചൂസ് ചെയ്യാൻ. ഇത് ലെഫ്റ്റാണ് ചൂസ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. നമ്മൾ ഇംഗ്ലീഷാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഹിന്ദി ലാംഗ്വേജ് ആയിട്ട് വരുന്നുണ്ട്.
പിന്നെ നോട്ടിഫിക്കേഷൻസ് കാണാനായിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു മിസ് കോൾ വന്നത്, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. ഇതൊക്കെയാണ് അപ്പോൾ ഇത് OnePlus വാച്ചിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്കിതൊന്ന് കെട്ടി നോക്കാം. കെട്ടുന്നത് സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് തള്ളിപ്പിടിച്ച് നമ്മൾ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോളിലൂടെ നമ്മൾ സ്ട്രാപ്പ് അകത്തേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാച്ച് നമ്മുടെ കയ്യിൽ ഫിറ്റായിട്ടൊന്ന് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഹാർട്ട് റേറ്റ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ കൊടുത്താൽ ഇപ്പോൾ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഹാർട്ട് റേറ്റ് മെഷർ ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. 68 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. 68 BPM ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് OnePlus വാച്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് ഇനിയും വീഡിയോകളൊക്കെ ഇടാനുള്ളൊരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.